ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്നൊരു 10-12 ട്രേഡുകളൊന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ്. ഈ 12 ട്രേഡിലും 12 ടാർഗറ്റ് നല്ല ഇടപെടണത്. 12 ട്രേഡിൽ നമുക്കൊരു 3 ട്രേഡോളം SLN ആണ്. ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ 10 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റിയിൽ 30 പോയിൻറ്റ് വെച്ചിട്ട് 3 ട്രേഡ്. ബാങ്ക് നിഫ്റ്റിയിൽ 3 നിഫ്റ്റിയിൽ 3 അല്ല, ബാങ്ക് നിഫ്റ്റിയും കൂട്ടിയിട്ട് 3 ട്രേഡാണ് സെല്ല് വന്നതാണ്. ബാക്കി ഒരു 9 ട്രേഡും ഫുൾ ടാർഗറ്റിലേക്കാണ് പോയിരുന്നത്. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ആകെ ഒരു ചാർട്ട് റീഡിങ് മാത്രമാണ്. ചാർട്ട് റീഡ് ചെയ്യുക അത് നിങ്ങൾക്കും ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാഴ്ച നിങ്ങൾ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ചാർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ചാർട്ടാണ് കേട്ടോ റീഡ് ചെയ്യണത്, സ്പോട്ടല്ല, സ്ട്രൈക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രൈക്ക് ചാർട്ട് നിങ്ങൾ കറക്റ്റായിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും ടാർഗറ്റിക്കൊക്കെ വരാൻ പറ്റും. പിന്നെ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സിന് ഇതൊന്നും അത്ര ആക്സെപ്റ്റബിളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, എൻ്റെ ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾ കയറുക, അതിൽ കാണുന്ന രാവിലെ വരുന്ന ട്രേഡുകൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്കത് എടുത്ത് നോക്കിയിട്ട് എൻ്റെ ട്രേഡിങ് സക്സസ് ആണോ അല്ല ഫെയിലിയർ ആണോ നിങ്ങൾക്ക് തന്നെ നോക്കാമല്ലോ. എന്നിട്ട് കോൺവെർസേഷൻ ഇരിക്കുക കേട്ടോ, അതാണ് ഞാൻ പറയണത്. വെറുതെ ഹെയ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇത്രയും ടാർഗറ്റ് അടിച്ചെന്ന് പറയുമ്പോൾ ഒരു ഹെയ്റ്റാണ് ഇറങ്ങുക. ഫസ്റ്റ് ഹെയ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ടാർഗറ്റുകൾ ഉള്ളതാണോ, അത് കിട്ടണത് തന്നെയാണോ, ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് നോക്കണത്. അത് ആ ഫ്രീ ഗ്രൂപ്പിൽ കയറി വന്നു കഴിഞ്ഞാൽ അതിൽ കിട്ടും. ഇത്രയും ട്രേഡൊന്നും ഇല്ലെങ്കിലും കുറച്ച് ട്രേഡ് അതിൽ വരും. ആ ട്രേഡ് നിങ്ങൾക്ക് നോക്കാം. മിനിമം ടാർഗറ്റ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ മാക്സിമം ടാർഗറ്റിക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര ലോസ് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്ന ട്രേഡിലേക്കൊക്കെ പോകാം. എല്ലാ ട്രേഡൊന്നും കാണിക്കണില്ല, 1-2 ട്രേഡൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാ ട്രേഡും കാണിച്ചിട്ട് സമയം കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കാണുന്ന സ്ട്രൈക്കിലൊക്കെയും ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ആയിട്ട് ഈ കാണുന്ന സ്ട്രൈക്കിലും എല്ലാത്തിലും ട്രേഡുകളുണ്ട്. പേഴ്സണലി എന്നോട് ചോദിക്കണ ആൾക്കാർക്കും ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ പ്രൈസ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചലഞ്ച് രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രൈക്ക് പ്രൈസ് അറിയണം, അതിൻ്റെ മുകളിൽ എനിക്ക് ട്രേഡ് എടുത്ത് സക്സസ് ആവുമോ, എൻ്റെ ട്രേഡിങ് സ്കില്ല് എത്രത്തോളം ഉണ്ട്, അതൊക്കെ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് ചോദിക്കുക, ഒരു പ്രൈസ് ഞാൻ അതിൽ പറഞ്ഞുതരും. നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി നോക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അതൊരു ചലഞ്ച് പോലെ തന്നെ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാണ് ഞാൻ ചെയ്യണുള്ളൂ. എല്ലാ ചാർട്ടും കയറിയിട്ട് സമയം കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അത്യാവശ്യം പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ സ്ട്രൈക്കുകളും കൊണ്ടുവരിക. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ മതി ഏതെങ്കിലും ഒരു സ്ട്രൈക്കിൻ്റെ എവിടെയാണ് ബൈ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് ബൈയിങ് പ്രൈസ് പറഞ്ഞുതരും. അവിടെ നിങ്ങൾക്ക് എന്താ നടക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ അവിടെ നോക്കാമല്ലോ. കമൻസിൽ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ട്രേഡിങ് അറിയായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ലോസ് വരുത്തുന്ന ആളായിരിക്കും. ലോസ് എന്ന് പറഞ്ഞ സംഭവം എനിക്കും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് മാത്രമല്ല, ലോസ് എന്ന് പറഞ്ഞ സംഭവം എനിക്കും വരുന്നുണ്ട്, ഇല്ല എന്നും പറയണില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കാണിക്കണ പ്രോഫിറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യുവൻ സംഭവം തന്നെയാണ്. അത് പുതിയതായിട്ട് കാണുന്നവർക്ക് അത് വേണമെങ്കിൽ വിശ്വസിക്കാണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തേക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ട്രൈക്കുകൾ നമ്മളോട് ചോദിക്കാം. രാവിലെ തൊട്ട് രാത്രി ചോദിക്കണം എന്നല്ലാണ്ട് പറയണത് ഇരുന്നിട്ട് ഏതെങ്കിലുമൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഉള്ളത്തെ പ്രൈസ് ആ ടൈമിൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. മനസ്സിലായില്ല? ഇത് ബാങ്ക് നിഫ്റ്റിയാണ്, 49,400 PE. ഇതിൽ നമുക്ക് 2 ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് കാണാമല്ലോ, 2 ട്രേഡിൽ എത്തിയിട്ടുണ്ട്. ഒരു ലെവല് 704 704 സെല്ലേഴ്സ് റേഷൻ കിട്ടി. പിന്നെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മേടിക്കുക. ഇത് 704 ഉണ്ട്, 666 ഉണ്ട്. ഈ 2 പ്രൈസിലും ഈ സംഭവം ആക്ടിവേറ്റ് ആണ് കേട്ടോ. ഈ ട്രേഡ് ആക്ടിവേറ്റ് ആണ് ഈ 2 പ്രൈസിലും. അപ്പോൾ ഇതിൽ എവിടെ വേണമെങ്കിലും മേടിക്കാം. അതാണ് 100 പോയിൻ്റ് ആണ്. പിന്നെ നമുക്ക് 831 831 കറക്റ്റ് നിങ്ങൾ നോക്കുക. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്ട് ചെയ്തു, ലിമിറ്റിൽ മേടിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് മേടിക്കുക. ഈ 2 സെറ്റപ്പാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യണത്. ഒന്നെങ്കിൽ ലിമിറ്റിൽ ബൈ ചെയ്യുക, അല്ലെങ്കിൽ SL കൊടുക്കുന്ന ഭാഗത്തുനിന്ന് ബൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രോബിലിറ്റി നിങ്ങൾക്ക് കിട്ടുക അവിടെ. ഇത് 100 പോയിൻ്റ് തന്നെയാണ്. ഇത് 49,400 PEയിലത്തെയാണ് കേട്ടോ. ഇനി 49,500 C. ഇനി നേരത്തെ PE ആണ് പറഞ്ഞപ്പോൾ C ആണ്. ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇത് തന്നെയാണ് സിനാരിയോ. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ചെയ്തു. പിന്നെ ഒന്നെങ്കിൽ ലിമിറ്റിൽ അടിയിൽ നിന്ന് മേടിക്കുക, ഈ ക്യാനിൽ വന്നിട്ടില്ലേ ഇവിടെ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ലിമിറ്റിക്ക് വരുമ്പോൾ മേടിക്കുക. ഈ 2 ഓപ്ഷനും ഉണ്ട്. ഈ റെഡ് ക്യാനിൽ ലിമിറ്റിക്ക് വന്ന് അവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഈ ഗ്രീൻ ക്യാനിൽ അത്യാവശ്യം ഡിമാൻഡ് പ്രൈസിന് വന്ന് അവിടെ നിന്ന് മേടിക്കാം. അതായത് നമ്മൾ നോക്കുക, ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, ഡിമാൻഡിൽ കിട്ടണം, ഇവിടെ ലിമിറ്റിലും കിട്ടണം. ഈ 2 സിനാരിയോസ് ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കുക. ഇതങ്ങനെയാണ് 100 പോയിൻ്റോടെ കിട്ടിയാണത്. പിന്നെ ഞാൻ കൊടുത്ത 750 ആണ് ലെവൽ. 750 കുറേ റിജക്ഷൻസ് നിങ്ങളവിടെ കാണാൻ പറ്റും. ഈ റിജക്ഷൻസ് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഒരു ബയേഴ്സ് ലോസിങ് സെല്ലേഴ്സ് റേഷൻ കിട്ടിയത്. പിന്നെ ലിമിറ്റിക്ക് വന്നു, അല്ലെങ്കിൽ ഡിമാൻഡിൽ വന്നു.
ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 750 തൊട്ട് മുകളിൽ നിൽക്കണ ഏതെങ്കിലും ഒരു പ്രൈസിൽ വരുമ്പോൾ മേടിക്കുക എന്നുള്ളതാണ് ഡിമാൻഡ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 750 മേടിക്കുക. SL സൈഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SLലേക്ക് വരുമ്പോൾ 1-2 ക്യാൻഡിൽ SLലേക്ക് പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് SL വെറുതെ പോണാക്കാൻ ഭേദം SLലേക്ക് വരുന്ന ക്യാൻഡിൽസിൽ അത് ഡിസ്കൗണ്ടായിട്ട് കണക്കായിട്ട് മേടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളത്തെ കൺസെപ്റ്റ്. ഇത് 100 പോയിൻ്റാണ്. ഇത് CE ആണ് കേട്ടോ. നേരത്തെ കാണിച്ചത് PE ആണ്, ഇപ്പോൾ CE ആണ്. ഇത് നിഫ്റ്റിയാണ് 23,050 PE. മനസ്സിലായില്ലേ? 23,050 PEയിലാണ് ട്രേഡ് വന്നതാണ്. 105 ട്രേഡ് വന്നതാണത്. നമ്മൾ നോക്കുക, ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്യണു, സെല്ലേഴ്സ് ഇവിടെ റിജക്ട് ചെയ്തു. കറക്റ്റ് ലിമിറ്റിൽ റിജക്ഷൻ വന്നു നമുക്ക് തൊട്ടടിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ലിമിറ്റിൽ നിന്ന് കിട്ടും. ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിജക്ഷൻ വരുന്ന നേരത്ത്, അതായത് ഇപ്പോൾ ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്തു. ഈ റിജക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻഡിൽസിന് വേണമെങ്കിൽ അടിയിലേക്ക് ഈ 10 പോയിൻറ്റിൻ്റെ അടുത്തേക്കൊക്കെ വരാൻ പറ്റും. അങ്ങനെ വരുന്ന നേരം ഇതിൻ്റെ അടിയിൽ നിന്ന് മേടിക്കുക. അതാണ് SL സൈഡ് ബൈ കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിക്കുക. ഇത് 50 പോയിൻ്റാണ്. പിന്നെ അടുത്ത എൻട്രി 156 എവിടെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്ട് ചെയ്തു. കണ്ടില്ലേ, ഇത് കറക്റ്റ് അടിയിലേക്ക് വന്നു, 10 പോയിൻറ്റിൻ്റെ അവിടേക്ക് വന്നു. അപ്പോൾ അടിയിൽ നിന്ന് എടുക്കുക, അത്ര ഉള്ള കേസിൻ്റെ ഉള്ളിലത്തെ ജസ്റ്റ് അടിയിൽ നിന്ന് ഓർഡർ പഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും ഇത്രയും ട്രേഡാണ് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു 4 ട്രേഡ് കണ്ടിട്ടുണ്ട്. SL വന്ന ട്രേഡുകളും ഉണ്ട് കേട്ടോ. പറയാലോ, ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു SL എന്തോ വന്നിട്ടുണ്ട്, നിഫ്റ്റിയിൽ 2 SL വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് SLൻ്റെ കണക്ക് വരുന്നത്. SL ഇല്ലാതൊന്നും ട്രേഡിംഗ് ഒന്നുമില്ല. SL നമ്മൾ കൊടുക്കുന്നത് ഇത്ര ലിമിറ്റഡ് ആണ്. നിഫ്റ്റിയിലാകുമ്പോൾ 10 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റിയിലാകുമ്പോൾ 30 പോയിൻറ്റ്. ഇത്രയാണ് SL വരുന്നത്. എൻ്റെ മുകളിലേക്ക് ഒരു പോലെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രേഡിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ സക്സസ് റേഷ്യോ ഉള്ളതാണോ, ഞാൻ വെറുതെ തളർന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ വരുന്ന ട്രേഡുകൾ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൽ ട്രേഡിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക, മാർക്കറ്റ് റീഡ് ചെയ്യുക. കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിച്ചാൽ മാത്രം മതി. മാർക്കറ്റിൻ്റെ ക്യാൻഡിൽസ് ഫോർമേഷൻസ്, പിന്നെ സപ്പോർട്ട് റേഷൻസ് എവിടെയാണ്, ഇതിൻ്റെയൊക്കെ മാക്സിമം സ്ട്രൈക്കിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ട്രേഡർ ആകാൻ പറ്റും. നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. മാക്സിമം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ വിന്നിങ് റേഷ്യോ നിങ്ങൾ നോക്കുക. അത്യാവശ്യം നല്ല വിന്നിങ് റേഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായുള്ള സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാലും മതി സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ബേസിക്കലി എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. ട്രേഡിങ്ങിന് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് കാര്യം. അപ്പോൾ നിങ്ങളിതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക ട്രേഡിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നാളെ എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയുടെ. അപ്പോൾ നിങ്ങൾ SL മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കുക. SL ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ ദിവസം. മാക്സിമം അറ്റമണിയിൽ തന്നെ ട്രേഡിങ് നിങ്ങൾ ചെയ്യുക. അറ്റമണിയിലാണ് ഇതിൻ്റെ ഹൈ മൊമെൻറ്റം കിട്ടുന്നത്, അറ്റമണിയിലാണ്. അപ്പോൾ നിങ്ങൾ അറ്റമണി തന്നെ പ്രിഫർ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ.